ഹായ് ഹലോ, സജിമോൾ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആനുവൽ ടൈം തീരുന്നതിന് മുമ്പായിട്ട് കുറച്ച് ക്വസ്റ്റിനോട് നമുക്ക് ആവശ്യമുണ്ടല്ലോ. ഉണ്ട്, കാരണം എക്സാം തീർന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എക്സാം നടക്കുകയാണ്. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ടൈറ്റിൽ, ഒരു പാസേജ് വന്നിട്ട് പാസേജിൽ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ട് പിന്നെ ശീർഷകം ലിഖോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ കണ്ടൻറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹെഡിങ് എടുത്ത് എഴുതിയാൽ മതി, ടൈറ്റിൽ. അപ്പോൾ ഒരു മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അതിപ്പോൾ ഇത് ഈ ഫസ്റ്റ് സെക്ഷൻ കാട്ടുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ സെൻറ്റൻസ് എഴുതേണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി ഓപ്ഷനായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. ഓപ്ഷൻ എഴുതേണ്ടത് ഇപ്പോൾ MCQ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇൻമേംസെ കോയിനഹീം, പര്യാവരൺ, പ്രകൃതി, ധർത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ട്രിക്കി ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പര്യാവരണമാണ് ഇൻമേംസെ ഇതിൽ നിന്നൊന്നുമല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ സഭി വരും ഈ ഫോർത്ത് ഓപ്ഷനിൽ. സഭി എന്ന് പറഞ്ഞാൽ ഇത് മൂന്നുമാണെന്നുള്ളത്. അപ്പോൾ മൂന്നും ചിലപ്പോൾ ശരിയാണെങ്കിൽ സഭയിൽ തന്നെ ആ കുട്ടി ടിക്ക് ചെയ്യണം. പിന്നെ ഔപചാരിക് പത്ര ധാരാളമായിട്ട് വരുന്നുണ്ട് കേട്ടോ. CBSE ഇന്നിപ്പം 8th സ്റ്റാൻഡേർഡിന് ഔപചാരിക് പത്രത്തിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അൺഒഫീഷ്യൽ തന്നെയല്ല, ഔപചാരിക് പത്രം വരുന്നുണ്ട്. ദെൻ നമുക്ക് രംഗാണ് ഇനി വേണ്ടത്. രംഗ് മീൻസ് കളറ് കാല ബ്ലാക്ക്, പീല യെല്ലോ, ഹര ഗ്രീൻ, ലാൽ റെഡ്, സഫേദ് വൈറ്റ്, ബാംഗനി വയലറ്റ്, പർപ്പിൾ, നീല മലയാളം, ബ്ലൂ, നാരങ്ങി ഓറഞ്ച് കളർ, ഗുലാബി, പിങ്ക്, റോസ് കളർ, ആസ്മാനി സ്കൈ ബ്ലൂ. ദെൻ ഒരു സുൻഹരി, ഒരു വേറെ കളറോടെ ഉണ്ട് കേട്ടോ. സുൻഹരി ഗോൾഡൻ കളർ, ഗുലാൽ പിങ്ക്. പിന്നെ ഇതിനൊക്കെ നമ്മളിപ്പം ഗൂഗിൾ മാസ്റ്ററിനെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ ഗൂഗിൾ മാസ്റ്ററാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് ആൻസർ കിട്ടും. അത് പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ്, അല്ലാത്തവർക്ക് കിട്ടണമെന്നില്ല കേട്ടോ. അതിനു മുമ്പ് 2-3 വർഷം കോവിഡ് സമയത്ത് തുടങ്ങിയ ക്ലാസ്സാണ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ ഒക്കെ ഡിക്ഷണറി ആയിരുന്നു, വലിയ ഡിക്ഷണറി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഗൂഗിൾ മാസ്റ്റർ ഹെൽപ്പ് ചെയ്യും. താങ്ക്സ് ഗൂഗിൾ മാസ്റ്റർ. ഫോർ എക്സാമ്പിൾ ഒരു മീനിങ് എടുത്തു, പൃഥ്വി, എർത്ത്. ഇനി പര്യായവാചി ശബ്ദ, ശ്രീകൃഷ്ണൻ്റെ പര്യായി ഉണ്ടല്ലേ, ശ്രീകൃഷ്ണ പര്യായ, വാസുദേവ്, സാരഥി, മുരളീധർ, ഹരി, നന്ദലാൽ. അങ്ങനെ പര്യായവാചി ശബ്ദം വരും. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇനി ഞാൻ എൻ്റെ ടൈപ്പിംഗ് ബാറിൽ താങ്ക്സ് ഉണ്ട്. എൻ്റെ 3 ലാംഗ്വേജസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക്സ്, ദെൻ ധന്യവാദ്, ദെൻ മലയാളം, നന്ദി. ടൈപ്പ് ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന്. ബൈ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.